സ്വിഫ്റ്റ് ന്യൂ മോഡൽ പെട്രോൾ കാറാണ്. ഇതിൻ്റെ എ സി ഓൺ ചെയ്യുമ്പം എ സി കട്ട് ഓഫ് ആയി പോകുന്നുണ്ട്, കൂളിംഗ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാറ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എ സി ഓൺ ഓഫ് ചെയ്യുമ്പം എഞ്ചിൻ റൂമിനകത്ത് റേഡിയേറ്ററിന് മുമ്പിൽ വരുന്ന ഫാൻ ആദ്യം തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ സി ഓൺ ചെയ്യുമ്പം റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ കണ്ടൻസേഷൻ കിട്ടില്ല, എ സി കൂളിംഗ് നടക്കില്ല, എഞ്ചിൻ കംപ്രസർ എ സി കട്ട് ഓഫ് ആയി പോവും, കൂളിംഗ് കിട്ടില്ല. അതുപോലെ തന്നെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റായിട്ട് റേഡിയേറ്ററിനകത്തുള്ള കൂളൻ്റെല്ലാം തിളച്ച് പുറത്തേക്ക് വരും, വണ്ടി ഓഫായി പോവും. നമ്മുടെ ഈ കാറിൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ റേഡിയേറ്റർ ഫാൻ അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് മുകളിൽ ഷൗഡിൻ്റെ പുറത്ത് വരുന്ന 2 ലോക്ക് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ലോക്കാണ്. അത് 2 വശം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ 2 ലോക്ക് വരുന്നുണ്ട്, എല്ലാം പ്രസ്സിങ് ലോക്കാണ്. അതൊന്ന് പ്രസ് ചെയ്തെടുത്ത് മുകളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. റേഡിയേറ്റർ ഫാൻ പുറത്തെടുക്കാനായിട്ട് റേഡിയേറ്റർ ഹോസ് ക്ലിപ്പ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ലോക്ക് ക്ലിപ്പ് ഊരി മാറ്റിയിട്ട് ഹോസ് പുറത്തേക്ക് എടുക്കാം. ഹോസ് പുറത്തേക്ക് എടുത്തതിന് ശേഷം റേഡിയേറ്റർ ഫാനിൻ്റെ സോക്കറ്റ് കണക്ഷൻ ഉണ്ട്, അത് വിടിച്ചിട്ട് വേണം റേഡിയേറ്റർ ഫാൻ പുറത്തേക്ക് എടുക്കാനായിട്ട്. റേഡിയേറ്റർ ഫാനിൻ്റെ സോക്കറ്റ് നമുക്ക് അഴിച്ചെടുക്കാം. സാധാരണ രീതിയിൽ എഞ്ചിൻ ചൂടാകുമ്പോൾ മാത്രമേ ഫാനിലേക്ക് സപ്ലൈ വന്നിട്ട് ഫാൻ വർക്ക് ചെയ്യുള്ളൂ. ഓട്ടോമാറ്റിക് വർക്കിംഗ് ആണ്. എ സി ഓൺ ചെയ്യുമ്പം ഡയറക്റ്റ് ലൈൻ വന്നിട്ട് നമ്മൾ എ സി ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എ സി ഓൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. റേഡിയേറ്റർ ഫാനിൻ്റെ ഈ സോക്കറ്റിൽ സപ്ലൈ വന്നില്ലെങ്കിലും ഫാൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് റേഡിയേറ്റർ ഫാനിൻ്റെ സോക്കറ്റിൽ സപ്ലൈ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്താൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഫ്യൂസ് റിലേ എല്ലാം വരുന്നുണ്ട്, അത് പോയാലും ഫാൻ വർക്ക് ചെയ്യില്ല. പിന്നെ അടുത്തത് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയർ, നമ്മൾ റേഡിയേറ്റർ ഫാൻ അഴിച്ചെടുത്തിട്ട് ഡയറക്റ്റ് ബാറ്ററി കണക്ട് ചെയ്താലും നമുക്ക് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. നമ്മളിപ്പം അഴിച്ചെടുത്തിട്ട് ഡയറക്റ്റ് ബാറ്ററി കണക്ഷൻ കൊടുത്ത് റേഡിയേറ്റർ ഫാൻ ചെക്ക് ചെയ്താണ്, ഇത് പോയതാണ് വർക്ക് ചെയ്യുന്നത്. ഡെൻസോൻ്റെ കമ്പനിയുടെ ഫാനാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഫാൻ നമ്മൾ ഡയറക്റ്റ് ബാറ്ററി കണക്ഷൻ കൊടുത്ത് നോക്കിയതാണ്, വർക്ക് ചെയ്യുന്നില്ല. ഡെൻസോൻ്റെ തന്നെ പുതിയ റേഡിയേറ്റർ ഫാൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഫാൻ ഷൗഡ് അടക്കമാണ് കിട്ടുന്നത്, പ്ലാസ്റ്റിക് കേസ് അടക്കമാണ് കിട്ടുന്നത് പുതിയത്. നമുക്ക് തിരിച്ച് പിടിപ്പിക്കാം. റേഡിയേറ്റർ ഫാനിൻ്റെ ഷൗഡിൽ 4 ലോക്ക് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ലോക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലാസ്റ്റിക് ലോക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പ്രസ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. നമുക്ക് പുതിയ റേഡിയേറ്റർ ഫാൻ മോട്ടർ അസംബ്ലി റേഡിയേറ്റർ ബ്രാക്കറ്റിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് മോട്ടറിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്യാം. മോട്ടറിൻ്റെ കണക്ഷൻ സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി റേഡിയേറ്ററിൻ്റെ ടോപ്പിൽ വരുന്ന ഹോസ് നമുക്ക് കണക്ട് ചെയ്യാം. റേഡിയേറ്റർ ടോപ്പ് ഹോസ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹോസ് ക്ലിപ്പ് തിരിച്ച് പിടിപ്പിക്കാം. എന്നിട്ട് റേഡിയേറ്ററിൽ പുറത്തോട്ട് ഒഴുകി വന്ന കൂളൻ്റ് തിരിച്ച് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റേഡിയേറ്റർ ടാങ്കിൽ കൂളൻ്റ് ടോപ്പ് അപ്പിന് ശേഷം നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പം എ സി ബട്ടൺ ഓൺ ഓഫ് ചെയ്യുന്നുണ്ട്. മോട്ടർ ഡയറക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് എ സി ഓൺ ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ എ സി ഓൺ ഓഫ് ചെയ്തപ്പോൾ തന്നെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്തോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം റേഡിയേറ്റർ ഫാൻ വർക്കിന് ശേഷം എ സി ആണെങ്കിൽ നല്ല കൂളിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കാറുകളിൽ റേഡിയേറ്റർ ഫാൻ മോട്ടോർ കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. താങ്ക് യു.